രാവിലെ മിത്ര പതിയെ കണ്ണുകൾ തുറന്നു. അവൾക്ക് കണ്ണുകൾ വീണ്ടും അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. തലേന്ന് രാത്രി പഴയ കാര്യങ്ങൾ ഓരോന്നും ആലോചിച്ച് ഒരുപാട് വൈകിയാണ് അവൾ ഉറങ്ങിയത്. അവൾ കണ്ണുകൾ തുറന്ന് തൻ്റെ അടുത്ത് കിടക്കുന്നവനെ ഒന്ന് നോക്കി. ശിവ അവളുടെ കഴുത്തിൽ നിന്നും മുഖം അല്പം മാറ്റിയാണ് കിടക്കുന്നത്. കൈകൾ അപ്പോഴും അവളുടെ വയറിൽ തന്നെയാണ്. അവൻ്റെ നിഷ്കളങ്കമായ ഉറക്കം കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. പാവം, ഇന്നലെ ഒരുപാട് സങ്കടമായെന്ന് തോന്നുന്നു. അവളൊന്ന് നിശ്വസിച്ചു. എന്നാലും വീണ്ടും കുടിച്ചിട്ട് വന്നല്ലോ, ഇനിയെങ്കിലും കുടിക്കില്ലാന്ന് കരുതി. പക്ഷേ അവൾ ചിന്തയോടെ അവനെ അല്പനേരം നോക്കിക്കിടന്നു. പതിയെ അവൾ വയറ്റിൽ നിന്നും അവൻ്റെ കൈകൾ എടുത്തു മാറ്റി. അവനൊന്ന് ചിണുങ്ങി. അവൾ പതിയെ അവനിൽ നിന്നും അകന്ന് എഴുന്നേറ്റിരുന്നു. അവളുടെ ശരീരത്തിൻ്റെ ചൂട് തന്നിൽ നിന്നും അകന്നതും അവനൊന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. മിത്ര ചിരിയോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേറ്റു. അലമാരയിൽ നിന്നും ഡ്രസ്സ് എടുത്ത് അവൾ ബാത്റൂമിലേക്ക് നടന്നു. മിത്ര കുളി കഴിഞ്ഞു വന്നിട്ടും ശിവ ഉണർന്നിരുന്നില്ല. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. മൂക്കറ്റം കള്ളും കുടിച്ച് കിടന്നുറങ്ങുന്ന നോക്ക്, ഒരു ചവിട്ട് വെച്ചു കൊടുക്കാനാ തോന്നുന്നത്. അവൾ പിറുപിറുത്തു. ശിവ ഒന്ന് അനങ്ങുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് ഒരു നുള്ളു സിന്ദൂരവും നെറുകയിൽ തൊട്ട് പുറത്തേക്കിറങ്ങി. സമയം 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൾ പതിയെ മുറ്റത്തേക്കിറങ്ങി. മുറ്റം അടിച്ചു വാരി കുറച്ചു നേരം സിറ്റ് ഔട്ടിലിരുന്ന് അവൾ അടുക്കളയിലേക്ക് നടന്നു. രാവിലേക്ക് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഉണ്ടാക്കി ചായ കുടിക്കാൻ ഗ്ലാസ്സിലേക്ക് പകരുമ്പോഴാണ് സിറ്റ് ഔട്ടിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ശിവയുടെ ശബ്ദം അവൾ കേൾക്കുന്നത്. ഇതപ്പോൾ എഴുന്നേറ്റു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടനെ എന്നെ തെരഞ്ഞു വരേണ്ടതാണല്ലോ, അവൾ ചിന്തിച്ചു. ഓ, ഇന്നലെ മദ്യപിച്ച് വന്നതുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കാൻ ചമ്മലാണ് ഇനി, അവൾ ആലോചിക്കാതിരുന്നില്ല. എന്താ ചായിക്കോട്ടെ. അവൾ അവനുള്ള ചായ കൂടി ഗ്ലാസ്സിലേക്ക് പകർന്ന് അതുമായി സിറ്റ് ഔട്ടിലേക്ക് നടന്നു. മിത്ര സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ശിവ ഫോണിൽ അവർ തിയേറ്ററിൽ നിന്നും എടുത്ത മിത്രയുടെയും അവൻ്റെയും ഫോട്ടോ നോക്കിയിരിക്കുകയാണ്. മുന്നിലേക്ക് ഒരു ഗ്ലാസ് നീണ്ടുവരുന്നതറിഞ്ഞതും ശിവ ഫോണിൽ നിന്നും മുഖമുയർത്തി. അവളുടെ നോട്ടം ഫോണിലായിരുന്നു. അത് കണ്ടതും അവൻ പെട്ടെന്ന് ഫോൺ ലോക്കാക്കി. അവളുടെ മുഖം ഒന്ന് മങ്ങിയെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല. ശിവ ചായ ഗ്ലാസ് വാങ്ങാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. തലേന്ന് രാത്രിയിൽ കുടിച്ചു വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം അവന് ഓർമ്മയുണ്ട്. അവളോട് കണ്ണു നിറച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതോർത്ത് അവന് ചമ്മല് തോന്നി. ഓ, എൻ്റെ പെണ്ണല്ലേ, അവളുടെ മുന്നിൽ എന്തിനാ ചമ്മുന്നേ? അവനൊന്ന് നിശ്വസിച്ചു. മിത്ര നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. ചായ വേണ്ടേ? ഇനി പകലും മദ്യം വേണോ? അവൾ അവനെ ഒന്ന് കുത്തി പറഞ്ഞു. അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്ന ശിവ അപ്പോഴാണ് അത് ഓർക്കുന്നത് തന്നെ. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചായ ഗ്ലാസ് കയ്യിൽ വാങ്ങി. മിത്ര അവളുടെ ചായയുമായി അവന് നേരെ മുന്നിലുള്ള തൂണിനോട് ചേർന്ന പടിയിലിരുന്നു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചായ കുടിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അവനെ നോക്കുന്നതേ ഇല്ലായിരുന്നു. അവൻ്റെ മുഖം വീർത്തു. എനിക്ക് കുടിച്ചാലും എൻ്റെ ബോധമൊന്നും പോവില്ല എന്ന് അവൾക്കറിയില്ലേ? ഇന്നലെ എല്ലാം സ്വബോധത്തോടെ തന്നെയല്ലേ പറഞ്ഞത്? എന്നിട്ടും ഇവളെന്താ തന്നോട് മിണ്ടാത്തത്? അത്രയ്ക്ക് വെറുത്തു തന്നെ. അവൻ വീർത്ത മുഖത്തോടെ അവളെ നോക്കുന്നതിനൊപ്പം വേദനയോടെ ചിന്തിച്ചു. അവൾ കാലുകൾ രണ്ടും ക്രോസ് ചെയ്ത് വെച്ച് മുന്നോട്ട് ആട്ടുന്നുണ്ട്. അവനെ ഇടങ്ങണ്ണിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ നോക്കുന്നത് കാണുമ്പോൾ അവൾ നോട്ടം മാറ്റും. അവൻ്റെ നോട്ടം അവളുടെ കഴുത്തിലേക്ക് പോയി. അവൻ കഴുത്തിൽ അമർത്തിയതിൻ്റെ പാട് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. വേദനിച്ച് കാണും അവൾക്ക്. നീ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ശ്രീ, അവൻ സങ്കടത്തോടെ മനസ്സിൽ പറഞ്ഞു. നീ എന്തൊന്നും മിണ്ടാത്തത്? അവളുടെ മൗനം തന്നെ കൊല്ലാതെ കൊല്ലുന്നു എന്ന് തോന്നിയപ്പോൾ അവൻ ചോദിച്ചു. അവൾ അതിനും മറുപടി ഒന്നും പറയാതെ അവനെ ഒന്ന് നോക്കി അവിടെ നിന്നും എഴുന്നേറ്റു. അകത്തേക്ക് കടക്കും മുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. മിത്ര അങ്ങനെ തന്നെ നിന്നുപോയി. അവൻ അവളുടെ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. മിത്ര അനങ്ങിയില്ല. വയറിലൂടെ അവൻ്റെ കൈകൾ ചുറ്റുന്നത് അവൾ അറിഞ്ഞു. അവളുടെ ശരീരം ഒന്ന് പിടഞ്ഞു. അവൻ അവളെ ഇരു കൈകൊണ്ടും പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് അങ്ങനെ തന്നെ അകത്തേക്ക് നടന്നു. അകത്തെത്തിയതും അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവളുടെ കഴുത്തിലൊന്ന് ചുംബിച്ചു. മിത്ര ഒന്ന് വിറച്ചുപോയി. സോറി, അവൻ പതിയെ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. അവൻ പതിയെ അവളെ തിരിച്ചു നിർത്തി അവളുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ജനലോരം വെച്ചു. അവൻ്റെ കൈകൾ വീണ്ടും അവളുടെ ഇടുപ്പിനെ ചുറ്റിപ്പിടിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എടി സോറി, ഇന്നലെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയതാ, അവൻ അവളുടെ കഴുത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അപ്പോഴും ഒന്നും മിണ്ടിയില്ല. അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. നിന്റെ വായിൽ എന്താ പൂച്ച വെറ്റിടപ്പുണ്ടോ? നിനക്ക് നാവില്ലേ?
അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. പക്ഷേ അവൻ്റെ ശബ്ദത്തിൽ പരിഭവമായിരുന്നു. അത് മനസ്സിലായെന്ന പോലെ അവളുടെ ചുടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പെട്ടെന്ന് തന്നെ അവൾ അതിനെ മറച്ചു പിടിച്ചു. അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. ഇനി എപ്പോഴാ കുടിക്കാൻ പോകുന്നത്? അവൾ ദേഷ്യത്തോടെ ചോദിച്ചു. അവളുടെ ചോദ്യത്തിൽ അവൻ്റെ മുഖം വിളറിപ്പോയി. അപ്പോഴത്തെ ദേഷ്യത്തിൽ കുടിച്ചുപോയതാ. നീ ക്ഷമിക്ക്. ഇനി അതിനും കൂടി നീ എന്നോട് പിണങ്ങല്ലേ? അവൻ ദയനീയമായി അവളോട് പറഞ്ഞു. ശിവേട്ട കുടിച്ചാലും ഇല്ലെങ്കിലും എനിക്കെന്താ? എന്നോട് ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാൻ വേണ്ട. അവൾ ഗൗരവത്തോടെ പറഞ്ഞു. അതെന്താ? നീ എൻ്റെ ഭാര്യയല്ലേ? അപ്പോൾ നീ അറിയണ്ടെല്ലാം? അവനും ഗൗരവത്തോടെ ചോദിച്ചു. എനിക്കൊന്നും അറിയണമെന്നില്ല. എന്നോട് ആഗ്രഹം തോന്നിയിട്ടാണോ എന്നെ ഇപ്പം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്? ആണെങ്കിൽ അങ്ങനെ നിന്നോ, അല്ലെങ്കിൽ ഒന്ന് മാറി നന്നായിരുന്നു. അവളുടെ ശബ്ദത്തിൽ അമർഷമായിരുന്നു. അവൻ അവളെ തുറിച്ചു നോക്കി. എനിക്ക് തോന്നുമ്പോൾ ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കും. അതെനിക്ക് നിന്നോടുള്ള ആഗ്രഹമാണെങ്കിൽ ഞാനത് കാണിക്കുകയും ചെയ്യും. എനിക്കിപ്പോൾ മാറാൻ സൗകര്യമില്ല. നീ എന്ത് ചെയ്യും ഭാര്യയെ? അവൻ ആദ്യം ദേഷ്യത്തോടെയും അവസാനം കുറുമ്പോടെയും ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം മനസ്സിലാക്കി അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു കൊടുത്തു. എൻ്റെ പൊന്നു മോളെ, നീ എന്നെ ഇങ്ങനെ നോക്കാതെ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, നിൻ്റെ ഈ ചുണ്ടിങ്ങനെ കൂർപ്പിച്ച് പിടിക്കരുതെന്ന്. ഇത് കാണുമ്പോഴാണ് ഞാൻ ചീത്തയെ പോകുന്നത്. അവൻ അവളുടെ ഇടുപ്പിലൊന്ന് കൈയമർത്തി. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ടതും അവളുടെ ചുണ്ടുകൾ ഒന്ന് വിറച്ചു. വിട് ശിവേട്ട, ഞാൻ കഴിക്കെടുക്കാം. അവൾ വെപ്രാളത്തോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് കുതറാൻ ശ്രമിച്ചു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് മിത്ര. അവൻ്റെ ശബ്ദം പതിഞ്ഞുപോയി. അവൾ അവനെ മിഴിച്ചു നോക്കി. അതേസമയം തന്നെ അവനും അവളുടെ മുഖത്തേക്ക് നോക്കി. വിശക്കുന്നുണ്ടെങ്കിൽ മാറി നിൽക്ക്, ഞാൻ കഴിക്കെടുക്കാം. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ വിക്കി പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് അവന് ചിരി വന്നു. വിശക്കുന്നുണ്ട്, പക്ഷേ എനിക്കുള്ള ഭക്ഷണം നിൻ്റെ അടുത്തല്ലേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവൾ അവനെ സംശയത്തോടെ നോക്കി. എനിക്ക് നിൻ്റെ ചുണ്ട് വേണം മിത്ര. അതിലെ തേൻ നുകരാനുള്ള വിശപ്പാണ് എനിക്കിപ്പോൾ. അവൻ പ്രണയത്തോടെ പറഞ്ഞു. അവൾ അവനെ മിഴിച്ചു നോക്കി. ഞാൻ എടുക്കുകയാണ് കേട്ടോ. ശിവേട്ടന് വിശന്നുകൊണ്ടല്ലേ? കുറുമ്പോടെ പറയുന്നതിനോടൊപ്പം അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു. മിത്രയുടെ കൈകൾ അവൻ്റെ തോളിൽ അമർന്നു. ശിവ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ അവനോട് ഒന്നുകൂടി ചേർത്തു പിടിച്ചു. അവൻ പതിയെ താഴ്ന്നു വന്ന് അവളുടെ വിറയ്ക്കുന്ന ചുണ്ടിൽ ചെറുതായൊന്ന് ചുണ്ട് പതിപ്പിച്ചു. മിത്ര ഒന്ന് വിറച്ചുപോയി. അവളുടെ വിറയിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ കീഴ്ചുണ്ടിനെ അവൻ്റെ പല്ലുകളാൽ കടിച്ചെടുത്ത് വായിലാക്കി. അവളൊരു ഏങ്ങലോടെ അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തുന്നതിനോടൊപ്പം അവളുടെ കൈകൾ അവൻ്റെ തോളിൽ നിന്നും ഇടുപ്പിലേക്ക് സഞ്ചരിച്ചു. അവൻ അവളുടെ കീഴ്ചുണ്ടിനെ പതിയെ നുണയാൻ തുടങ്ങി. മിത്രയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ മുറുകി. വളരെ പതിയെ അവൻ അവളുടെ ചുണ്ടിൻ്റെ രുചി അറിഞ്ഞുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് അവൾ കൂടുതൽ അവനോട് ചേർന്ന് നിന്നു. പതിയെ തുടങ്ങിയ അവൻ്റെ ചുംബനം ശക്തിയാർജിക്കുന്നത് അവളറിഞ്ഞു. മിത്രയ്ക്ക് അവളുടെ ശരീരം ഒന്നാകെ ഒരു തണുപ്പ് പടരുന്നത് പോലെ തോന്നി. ദീർഘനേരം നീണ്ടുനിന്ന ഒരു ചുംബനം. ഒടുവിൽ അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതും അവളൊന്ന് പിടഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലൊന്ന് ഇടിച്ചു. അവളുടെ പിടച്ചിലറിഞ്ഞതും ശിവ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ചുണ്ടിൽ നിന്നും തൻ്റെ ചുണ്ടുകളെ വേർപെടുത്തി. മിത്ര തലതാഴ്ത്തി നിന്നുകൊണ്ട് കിതച്ചുപോയി. ശിവ കള്ളച്ചിരിയോടെ അവൻ്റെ ചുണ്ടുകളൊന്ന് തുടച്ചുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് പതിയെ അവൻ ചുംബിച്ച അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കി. അവളുടെ ചുണ്ടിൽ അവൻ്റെ ഉമിനീർ പടർന്നിട്ടുണ്ട്. അവൻ അവൻ്റെ കൈകൊണ്ട് അവളുടെ ചുണ്ടിനെ ഒന്ന് അമർത്തി തുടച്ചു. മിത്ര വിറയലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പം എൻ്റെ വിശപ്പ് മാറി. ഇത് കിട്ടാത്തോണ്ടാ എനിക്ക് വിശന്നത്. അവൻ കുറുമ്പോടെ നിറഞ്ഞ പ്രണയത്തോടെ അവളോട് പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തന്നോടുള്ള പ്രണയത്തിലേക്ക് ഒരു വേള അവളൊന്ന് നോക്കിപ്പോയി. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി ജനലരികിൽ നിന്നും ചായ ഗ്ലാസ് എടുത്ത് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി. അവളുടെ പ്രവൃത്തിയിൽ അവൻ്റെ മുഖം മങ്ങിപ്പോയി. ഇങ്ങനെ ആയിരുന്നില്ല അവളുടെ പ്രതികരണം അവൻ പ്രതീക്ഷിച്ചിരുന്നത്. മുന്നോട്ട് നടക്കാനൊരുങ്ങിയ അവളുടെ കൈകളിൽ അവൻ പിടുത്തമിട്ടു. അവൾ തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടും നീ ഒന്നും പറഞ്ഞില്ലല്ലോ, അവൻ കുസൃതിയോടെ പറഞ്ഞു. പക്ഷേ അവളുടെ മുഖത്ത് ഗൗരവമാണ്. ഞാനെന്ത് പറയാനാ ശിവേട്ട? ശിവേട്ടൻ എന്നോട് കാമം തോന്നിക്കാണും. അപ്പോൾ വന്ന് ഉമ്മ വെച്ചു. സാരില്ല, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ നിന്ന് തരാമെന്ന്.
അവൾ പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ അവൻ അവളെ ഞെട്ടലോടെ നോക്കി. അവൾ അവനെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് തിരിയാൻ തുടങ്ങും മുന്നേ അവൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ദേഷ്യത്തോടെ പിടിച്ചു വാങ്ങി അത് ഊക്കോടെ നിലത്തെറിഞ്ഞു പൊട്ടിച്ചിരുന്നു. അവൻ്റെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ മിത്ര ഭയന്നുപോയി. അവൾ പേടിയോടെ അവനെ നോക്കി. അവൻ അപ്പോഴേക്കും അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ടിരുന്നു. മിത്ര പതർച്ചയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ എന്തോ അവളോട് പറയാനുണ്ടായിരുന്നു. പക്ഷേ അവൻ അവളെ ചേർത്തു പിടിച്ച് വെറുതെ നോക്കി നിന്നതേയുള്ളൂ. എന്തിനാടി സോറി പറഞ്ഞിട്ടും പിന്നെ എന്നെ നീ ഇങ്ങനെ നോവിക്കുന്നത്? അല്പനേരം കഴിഞ്ഞതും അവൻ ദയനീയമായി അവളോട് ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിലെ വേദന അറിഞ്ഞെന്ന പോലെ അവളുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. അവൾ മറുപടി പറയാതെ മുഖം തിരിച്ചു. അവനും പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ അവനെ ഇടങ്ങണ്ണിട്ട് നോക്കി. അവനെന്തോ ആലോചനയിലാണ്. എന്നോടുള്ള ഇഷ്ടം നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും ദത്തേട്ടാ, അവൾ മനസ്സിൽ വാശിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ നോട്ടം കണ്ടതും അവനും അവളെ എന്താ എന്ന പോലെ നോക്കി. എന്താ ശിവേട്ടാ, പിന്നെ എന്നെ ഉമ്മ വയ്ക്കാനാണോ അടുത്തേക്ക് വലിച്ചത്? അതോ വേറെ എന്തെങ്കിലും ചെയ്യാനാണോ? എന്താ കാമം തോന്നുന്നുണ്ട് ഇപ്പോൾ എന്നോട്? ബാക്കി പറയും മുന്നേ അവൻ്റെ കൈകൾ അവളുടെ വാ പൊത്തിപ്പിടിച്ചിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കാമം കൊണ്ടല്ല, പ്രണയം കൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിച്ചത്. എൻ്റെ പ്രണയമാണ് നിനക്ക് ഞാൻ തന്നത്. അവൻ ദേഷ്യത്തോടെ അവളോട് അലറിക്കൊണ്ട് അവളുടെ വായിൽ നിന്നും കൈയെടുത്തു. അവൻ്റെ മറുപടിയിൽ അവളുടെ മുഖം വിടർന്നു, കണ്ണുകൾ കലങ്ങി. പക്ഷേ തന്നെ സ്വന്തമാക്കിയിട്ടും തന്നോട് പ്രണയമല്ല എന്ന് അവൻ പറഞ്ഞത് വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരോടാ ശിവേട്ട പ്രണയം? എന്നോടാണോ? എന്നോട്ടാ എന്നോട് പ്രണയം തോന്നിയത്? അങ്ങനൊന്നും എന്നോടില്ല എന്നല്ലേ എൻ്റെ ശരീരം സ്വന്താക്കിയപ്പോൾ പോലും നിങ്ങൾ പറഞ്ഞത്? അവൾ ഇടറുന്ന സ്വരത്തോടെ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം വിളറി വെളുത്തു. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? നിങ്ങൾക്ക് എന്നോട്ട് എന്നോട് പ്രണയം തോന്നി തുടങ്ങിയത്? അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ തന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ വീണ്ടും വീണ്ടും അവൾ അതുതന്നെ ആവർത്തിക്കാൻ തുടങ്ങിയതും ശിവയിലും വാശി കയറി തുടങ്ങിയിരുന്നു. അവൻ അവളെ അകത്തി നിർത്തി. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അവൻ്റെ മുഖത്തും അവൾ ഗൗരവം കണ്ടു. ഓ, എന്തോ ഒരു കള്ളം പറയാൻ തുടങ്ങാണ് അപ്പോൾ റൗഡി, അവൾ മനസ്സിൽ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. തന്നെ വേദനിപ്പിക്കാനുള്ള എന്തോ ഒന്നാവും അവൻ പറയാൻ പോകുന്നതെന്ന് അവൾ ഊഹിച്ചു. നിന്നിപ്പോൾ ഞാൻ ചുംബിച്ചത് കാമം കൊണ്ടല്ല, പ്രണയം കൊണ്ടാണ്, അവൻ വീണ്ടും ആവർത്തിച്ചു. ഈ മനുഷ്യനിത്. അവൻ്റെ മറുപടിയിൽ അവളൊന്ന് നിശ്വസിച്ചു. പക്ഷേ നിന്നോട് പ്രണയം എന്നല്ല ഞാൻ പറഞ്ഞത്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. നന്നായി, പോടമാക്രി. അവൾ പതിയെ പിറുപിറുത്തു. എന്താടി? അവളുടെ പിറുപിറുക്കൽ കണ്ട് അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഒന്നുമില്ല എന്ന് ചുമലനക്കി. അവൻ പുരികമുയർത്തി അവളെ തുറച്ചു നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ ശിവേട്ടാ? നിങ്ങൾ തന്നെ പറയുന്നു പ്രണയാണെന്ന്, ഇപ്പോൾ പറയുന്ന അല്ലാന്ന്. ഇത് നല്ല ഒന്നാന്തരം വട്ട് തന്നെ. അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ കൂർപ്പിച്ചു വെച്ച ചുണ്ടിലേക്ക് നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞു കേട്ടോ, ഈ ചുണ്ടിങ്ങനെ എൻ്റെ മുന്നിൽ കൂർപ്പിച്ച് പിടിക്കരുതെന്ന്. എനിക്ക് നിന്നോടല്ല, നിന്റെ ചുണ്ടിനോടാ പ്രണയം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ കിസ് ചെയ്തത്, മനസ്സിലായോടി? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി. അവൾ പെട്ടെന്ന് ചുണ്ട് നേരെ പിടിച്ചു. അവൻ്റെ മറുപടിയിൽ അവൾക്ക് ഇത്തവണ സങ്കടമൊന്നും തോന്നിയില്ല. ഓ, ഇത്രയെങ്കിലും പറഞ്ഞല്ലോ, സന്തോഷം. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്ന് അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവളുടെ മറുപടി കേട്ട് അവൻ അവളെ മിഴിച്ചു നോക്കി. ഇപ്പോൾ കണ്ണു നിറച്ചുകൊണ്ട് തന്നെ കെട്ടിപ്പിടിക്കുന്ന കരുതിയത്. എന്നാൽ പിന്നെ അവളുടെ പിണക്കം മാറ്റാമെന്നും കരുതി. അവൻ ചിന്തയോടെ പറഞ്ഞു. എടാ വിച്ചു, നീ പറഞ്ഞത് ശരിയാ, ഇവൾ എന്നൊരു വഴിക്കാക്കൂന്ന് തോന്നുന്നു. അവനൊന്ന് നിശ്വസിച്ചു. എടി, നീ ഇതെങ്ങോട്ടാ? ഈ ചില്ലൊക്കെ പിന്നെ ആര് പെറുക്കി കളയും? അവളുടെ പോക്ക് കണ്ട് അവൻ കപട ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. അവൾ തിരിഞ്ഞു നിന്ന് അവനെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി. വേണമെങ്കിൽ എടുത്തു കളഞ്ഞോ, ഞാനൊന്നല്ലല്ലോ എറിഞ്ഞു പൊട്ടിച്ചത്. എറിഞ്ഞു പൊട്ടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. എന്തായാലും ഞാനത് എടുത്ത് കളയില്ല. അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവളുടെ മറുപടി കേട്ട് അവൻ പകച്ചുപോയി. ഇവൾക്ക് നാവ് വന്നു തുടങ്ങിയല്ലോ ഈശ്വര. എല്ലാം നീ കാരണം തന്നെ ശിവ. ഒരിത്തിരി കൺട്രോൾ നിനക്കുണ്ടായിരുന്നെങ്കിൽ അവളുടെ മുന്നിൽ ഇങ്ങനെ ഉത്തരല്ലാതെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. വിധി. അവൻ ദീർഘനിശ്വാസം വിട്ടു പറഞ്ഞുകൊണ്ട് നിലത്തേക്കൊന്ന് നോക്കി. അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തതാ. അവൾക്ക് അങ്ങോട്ട് പെറുക്കിക്കളഞ്ഞ എന്താ? എന്നോടിപ്പോൾ കാണിക്കുന്ന ഈ ദേഷ്യത്തിൻ്റെ വാശിയുടെ ഒരംശം അവൾ അവളുടെ ചെറിയച്ചന്മാരോട് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് അവളോട് ഇങ്ങനെ ആയേണ്ടി വരില്ലായിരുന്നു. അവൻ മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. മിത്രേ, ആ ചൂലൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവൻ അടുക്കളയിലേക്ക് നോക്കി അവളോട് വിളിച്ചു പറഞ്ഞു. വേണേ വന്ന് എടുത്തോട്ട് പോയിക്കോ. അവിടെ നിന്നും അവളും വിളിച്ചു പറഞ്ഞു. ശ്രീ!
അവൻ പല്ല് കടിച്ചുകൊണ്ട് നിലത്തൊന്ന് ചവിട്ടി അടുക്കളയിലേക്ക് നടന്നു. അവൻ അവൾക്കടുത്തേക്ക് വന്ന് ചൂലെടുക്കുന്നതും അവിടെ വൃത്തിയാക്കി ചില്ലൊക്കെ എടുത്ത് കളയുന്നതും ഇടയ്ക്ക് തന്നെ അവൻ ദേഷ്യത്തോടെ നോക്കുന്നതുമെല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു, ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ. തുടരും.